ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. സോറി, ഞാൻ ഇതിന് ഇൻട്രോ പറയണം. എന്തായാലും നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്തായാലും വീഡിയോ എടുത്ത് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് നമ്മളൊരു ഫോറം മോളിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പം എന്തിനാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്? നമ്മൾ ഡ്രസ്സ് എടുക്കാനും നമ്മളുടെ കുറേ വീഡിയോസും ലൈക്ക് ഡ്രസ്സും പിന്നെ എന്താ പറയുക ഫുഡ് കഴിക്കാനും ഔട്ടിങ് പോണ പോലെ അവിടെ ഒന്ന് പോകാനായിട്ട് വീഡിയോ എടുത്തോണ്ട് എന്തായാലും അത് നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യും. പിന്നെ എന്താ പറയുക ഇവിടുന്ന് ഒരു 10-6 മിനിറ്റേ ഉള്ളൂ അങ്ങോട്ട്. സോ അപ്പം നമുക്ക് അവിടെ പോകണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് കൂടുതൽ ഐ ഡോണ്ട് നോ, എന്തായാലും ഇവിടെ അടുത്തായത് ചിലപ്പോൾ പോകത്തുള്ളൂ, പോകുന്നില്ല ചിലപ്പോൾ പോകത്തുള്ളൂ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി നിങ്ങൾ കണ്ടതാണ്, നിങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇപ്പോഴും ലോഡിങ് ആണ്. അതിലാണ് നമ്മുടെ പൂളിൻ്റെ വീഡിയോ അല്ലേ? അതിൽ പൂളിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട്, അതിപ്പോഴും ലോഡിങ് ആണ്. പൂളിങ് ഞങ്ങൾ ചിലപ്പോൾ ഈ വീഡിയോ വരുന്നതിന് മുന്നേ അത് ലോഡായി ഓൾറെഡി വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അത് ഭയങ്കര ലോങ് വീഡിയോ ആണ്. സോ അതുകൊണ്ടാണ് നമ്മളിപ്പം ഇത്തിരി സമയം എടുക്കും അത് ഒന്ന് ലോഡായി വരാൻ. ചിലപ്പോൾ ഈ വീഡിയോ സെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടും ആ വീഡിയോ ചിലപ്പോൾ ലോഡായൊന്നും വരത്തില്ല. സോ എന്തായാലും ഇത്രയുള്ള വീഡിയോ. അപ്പം ലെറ്റ്സ് ഗോ ടു വീഡിയോ. യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവക്കാഡോ ഷേക്ക്, അവക്കാഡോ ജ്യൂസാണ് ഷേക്കാണ് ബട്ടർ ബട്ടർ ഷേക്ക് ഞാൻ കാണിച്ചു. അപ്പം അതങ്ങനെ ആയിട്ടുണ്ട്, ഈ കോലായിട്ടുണ്ട്, ഈ വളർന്നുണ്ട്. നമുക്ക് ലൈറ്റ് ഇടാം. അവക്കാഡോ ഷേക്കാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. എവിടെ? ഇതിൻ്റെ ഉള്ളിലാണോ? നമ്മളെ ബാക്കി പാലൊക്കെ ഉണ്ട്, നമ്മളെ മീൻകറിയൊക്കെ ഉണ്ട്. നമ്മൾ ഫോറമോളിൽ പോട്ടോ, കുറച്ച് സമയം എടുക്കും വരാനായിട്ട്. യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരളന്റെ റിവ്യൂ ആണ് നമ്മൾ ഇപ്പൊ പറയാൻ പോകുന്നത്. അപ്പൊ ഞാൻ യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരളന്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ആക്ച്വലി ആ ഒരു വീഡിയോ, ആ ഒരു ഫിലിം എനിക്ക് ആക്ച്വലി ഒരു നല്ല ഫിലിമായിട്ട് തോന്നി. അതും അടിപിടിയും ഇല്ല, അത് നമുക്കൊരു ലെസൺ കണ്ടുപിടിച്ച പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. അപ്പം എനിക്ക് ഇതിലോട്ട് മെയിനായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കുട്ടികൾക്കൊക്കെ കാണാൻ പറ്റിയതാണ്. വലിയ അടിപിടിയായിട്ട് ഭയങ്കരമായിട്ടില്ല. ആൻഡ് ഓൾസോ അതിൽ ഞങ്ങൾ ഇത്തിരി സാഡായിട്ട് വിചാരിച്ചു, പക്ഷെ പിന്നെ ആ ഒരു റേഞ്ച് കണ്ടപ്പം ഐ റിയലി ലൈക്ക് ഇറ്റ്. സോ എന്തായാലും ഇതാണ് എൻ്റെ റിവ്യൂ പറയാനുള്ളത്. ലാസ്റ്റ് വന്ന ആ ഒരു ട്വിസ്റ്റൊക്കെ ഒരു അടിപൊളി റേഞ്ച് ആയിരുന്നു. സോ അപ്പം ഇനി ഹയക്ക് എന്താ പറയാനുള്ളതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഹയക്ക് റിവ്യൂ എന്താ പറയാനുള്ളതെന്നാണ്. ഇപ്പൊ അവര് പറയുന്നത് പോലെ ഹെസ പറഞ്ഞ പോലെ തന്നെ നല്ല ട്വിസ്റ്റും അതൊക്കെ വരുന്നുണ്ട്. ചെറിയ മക്കളൊക്കെ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട്, അവരച്ഛൻ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട്, അതൊക്കെ അതിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കൺട്രീസ് പോവാതെ നമ്മളെ ഈ നാട്ടിൽ തന്നെ ഒരു ജീവിതം വേണം, അങ്ങനെയൊക്കെയാണ് അതിൽ പറയുന്നത്. ഓക്കെ, അപ്പം എല്ലാവരും കണ്ടു നോക്കണം. ഈ ഒരു റിവ്യൂസൊക്കെ തരുന്നുണ്ട്, നല്ല റിവ്യൂസാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല നല്ല ഫിലിമാണ്, എല്ലാവരും കാണണം, മസ്റ്റ് കാണണം. സോ ഗൈസ്, നിങ്ങളുടെ അച്ഛനും അമ്മമാരേക്കും ഒന്ന് കാണിക്കുക, അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്നതായാലും. എന്തായാലും ഒരു നല്ല ഫിലിമാണ്. ഐ ഡിഡ്ന്റ് ഫീൽ ലൈക്ക് ബാഡ് റേഞ്ച് ആയിട്ട്. ആൻഡ് ഓൾസോ നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം കമൻസിൽ പറയുക. ഞങ്ങൾ അതൊക്കെ വായിക്കുന്നതാണ്. അതിലൂടെയുള്ള ഉത്തരങ്ങളും ഞങ്ങൾ പറയുന്നതാണ്. നിങ്ങൾക്ക് വേറെ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉത്തരങ്ങളും പറയുന്നതാണ്. സോ അപ്പം എന്തായാലും ഒരു അടിപൊളി ഇതായിരുന്നു. ഐ റിയലി ലവ് ഇറ്റ്. അപ്പം എന്തായാലും നിങ്ങളെല്ലാവരും അത് കണ്ടിരിക്കണം. ആൻഡ് ഓൾസോ സോ ബ്യൂട്ടിഫുൾ. ഇങ്ങനെ നല്ലൊരു ബ്യൂട്ടിഫുൾ ഗാർഡനൊക്കെ അതിൽ കാണിക്കുന്നുണ്ട്. അതിൽ മെയിൻലി ഗവൺമെന്റിനെ കുറിച്ചും ഇതിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. എന്തായാലും നിങ്ങൾ ആ ഫിലിം ഒന്ന് കണ്ടു നോക്ക്, എന്നിട്ട് ബാക്കി ഞങ്ങളുടെ റിവ്യൂസ് ഒക്കെ പറയാം. സോ നെക്സ്റ്റ് ലെറ്റ്സ് ഗോ. അങ്ങനെ ബൂസ്റ്റും കുടിക്കാന്ന് വിചാരിച്ചു. ബൂസ്റ്റോ? അന്ന് എനിക്കും വേണം. നിനക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട് ബൂസ്റ്റ്, പേടിക്കണ്ട. ഇനി കൂടുതൽ ഇത് എനിക്ക് അതിൽ പാടുണ്ട്, അത് കുഴപ്പമില്ല. പാട ഹെസക്ക് ഇഷ്ടമില്ല, അതെനിക്കിഷ്ടം.
അല്ല ഹായ മമ്മക്ക് വേണ്ടേ? അയ്യോ സോറി, മമ്മക്കും വേണ്ടേ? മമ്മക്ക് വെക്കണം. നിന്റെ അടവാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. എനിക്ക് നല്ല ചൂടോട് കൂടി തന്നെ വേണം. ഇത്തിരി പാലുണ്ടോ? അല്ല എന്ത് ഷെയർ ചെയ്യണോ? നീ കുടിച്ചോ എന്നാ. ഞാൻ ഇത്തിരി കുടിക്കട്ടെ, തലവേദന. അവ എന്നെ ഇവിടെ വെച്ചിട്ടുണ്ട്. കത്തുന്നുണ്ട്. ഇളക്കുമ്പോ നോക്കണം എന്നാ പറഞ്ഞത്. ഓക്കെ, കണ്ണി വരും. ഓ അത് ഓണല്ല, ഈ സാധനം ഓണല്ല. ഗൈസ് ഇനി ഇത് തിളക്കണം നോക്കിക്കണം ഞാൻ. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ കുടിക്കുമ്പോൾ വിളിക്കാം. ഓക്കെ ബൈ. അപ്പം എൻ്റെ ബൂസ്റ്റ് കൂടിയിരിക്കും. സോ ഗൈസ്, അപ്പം ഇനി ഫാസ്റ്റ് ഫുഡ് ആയാലോ? എന്താ പറയാം? ഇത് ചൂടാറാൻ വേണ്ടി നമ്മൾ ഫാൻ ഓൺ ചെയ്തു, ലൈറ്റ് ഓൺ ചെയ്തു. ലൈറ്റ് ഞങ്ങൾക്ക് കാണാൻ വേണ്ടി ഇതെന്ത് മണ്ടത്തര കാണിക്കണ ഗൈസ്. ഇതിൻ്റെ ഉള്ളിലോട്ട് ഐസ്ക്രീം ആക്കാൻ പോകാൻ തോന്നുന്നു. അങ്ങനെ ആക്കുന്നത് നല്ലതായിരിക്കും. ചൂടാറാൻ വേണ്ടി നമ്മൾ ഫാൻ ഇട്ടു. ഞങ്ങൾ കുറച്ച് ചൂടെടുക്കും. പിന്നെ എൻ്റെ കയ്യിൽ ബൂസ്റ്റിൻ്റെ പൊടി കുറവാണ്. അപ്പോൾ ഈ ചെറുതിൻ്റെയിലാണ് പറയുന്നത്. ചെറുതെന്ന് പറയണ്ട, മണ്ടി ഒഴിക്കുന്ന കാണിക്കാം. അത് നിങ്ങൾ എന്തൊക്കെ പരിപാടി കാണിക്കുന്നത്? എന്തെങ്കിലും കുറച്ച് കൂടുതലാണെന്നൊക്കെ പറയാം. ഞാൻ കണ്ടിട്ട് എനിക്ക് ഏറ്റവും കുറഞ്ഞതായിട്ട് തോന്നി. ഞാൻ കാണിച്ചു തരാം. ഒഴിച്ചത് ഇത്തിരി കൂടുതലായിരുന്നു ഇവളുടെ ഇതിൽ, പക്ഷെ നമ്മൾ മിക്സ് ചെയ്യാത്ത കുഴപ്പമായിരിക്കും എന്തായാലും. പക്ഷെ ഇവളല്ല മമ്മാണ് മിക്സ് ചെയ്തത്. എന്തെങ്കിലും ആവട്ടെ. സോ അപ്പം എന്തെങ്കിലും കുഴപ്പമായിരിക്കും, പക്ഷെ എൻ്റെതിൽ കുഴപ്പം. എൻ്റെതിൽ അപ്പം എൻ്റെതിൽ നല്ല കളറുണ്ട്, പക്ഷെ അതിൻ്റെ കളറില്ല. മിക്സ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടായിരിക്കും. ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. തന്നെ മനസ്സിലാവും. അതുകൊണ്ട് ഇവളുടെ ലൈറ്റാണ്, എൻ്റെ ഒത്തിരി ഡാർക്കൊക്കെ ഉണ്ടോ. പിന്നെ ഇവളുടെ കുറച്ച് കൂടുതലുള്ളത്. അത് കൂടുതൽ കാരണം അങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. കണ്ടല്ലോ ഈ ക്യാമറ ഒറ്റ കുറച്ച് ഇങ്ങോട്ടാക്കട്ടെ, കുറച്ച് ഇങ്ങോട്ടാക്കട്ടെ. നീ കുറച്ച് ഇങ്ങോട്ട് നീങ്ങിരിക്കും ഗൈസ്. അത്ര ഇതാവില്ലേ? ക്യാമറ സ്റ്റഡി ആക്കട്ടെ ഗൈസ്. ഇനി ഇത്തിരി നീങ്ങിക്കോളും താങ്കൾ. ഓക്കെ ഗൈസ്, ഇപ്പം സ്റ്റഡി ആയിട്ടില്ല. ക്യാമറ കുറച്ച് ബാക്കോട്ട് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫാസ്റ്റ് ആക്കാൻ നോക്കാം ഗൈസ്. നിന്റെ കയ്യിൽ കാണിച്ചാൽ പോയോ? അത് ഒരു സ്ഥലത്ത് കാണിക്കാൻ പറ്റില്ല. തുറക്കണേ, അത് ഗ്ലാസ് കൊണ്ട് വെച്ചു. ചൂടായി.
ഇങ്ങോട്ട്. ഹയക്ക് വിഷമത് കൊണ്ട് ഹയ കാണിച്ചു തരാം. എൻ്റെ ടമ്മി ഭയങ്കര വലുതുമാണ്. ടമി അതെന്താണ്? അതെന്താ? സ്നേക്ക്, പാമ്പ്. പാടുന്നു എന്താന്ന് പറ, പിന്നെ എന്താന്ന് പറയാ, അല്ലെങ്കിൽ ചൗകരില്ല. ചായ പോലും പിന്നെ എന്തോ ചീര പപ്പടം വേണോ? അതെങ്കിൽ ഇതൊക്കെ ഉണ്ടായാൽ നീ പിന്നെ തുടങ്ങി അവിടെ ഉള്ള ഒരു സ്വഭാവം എന്തൊക്കെ ഉണ്ടായത് ഒന്നും ഇല്ലാത്തവരാണ് അച്ചാറും പപ്പടം. ഫാസ്റ്റോടാ. ഇവിടെ തൊട്ട് പാട്ട് അല്ല, പാസ്റ്റോടെ പാട്ട് എനിക്ക് ഇത്തിരി ചോറ്. എന്താ ആ തരാം. അതല്ല നീ കൂടെ നീക്കിക്ക് കൊടുക്കട്ടെ. ഇതെന്താ കഴിഞ്ഞെങ്കിൽ അങ്ങോട്ട് ഇട്ടൂടെ? എനിക്കും ഇത്തിരി, ഞാനും ഇത്തിരി ചോറ് പറഞ്ഞു. ഇവള് കഴിക്കുന്ന കണ്ടിട്ട് എനിക്ക് കൊതി വരുന്നു. ചോറ് 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 നമ്മുടെ ചോറ് നീ കുറച്ച് കുറവാണ്. എനിക്ക് മീൻ പൊരിച്ചത് പപ്പടം ഉണ്ട്. പപ്പടം നല്ല പപ്പടം നെയ്ച്ചോറ് കൂടെ കഴിക്കുമ്പോൾ ഇടയ്ക്ക് കഴിക്കാറുണ്ട്. കറി ഇരിക്കില്ലെങ്കിൽ കറിയില്ല കാര്യം അങ്ങനത്തെ സാധനം ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങൾ ഞങ്ങൾ കുറച്ച് ഇടയ്ക്കൊക്കെ ഞങ്ങൾ മാത്രമേ പപ്പടം കഴിക്കുള്ളൂ. സോ പപ്പടം അങ്ങനെ ഹെൽത്തി അല്ല ഡെയിലി കഴിക്കുന്നത്. സോ പപ്പടം പപ്പടം ഞങ്ങളുടെ ഡെയിലി പപ്പടം കഴിക്കുന്നത് നല്ലതല്ല. പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. ഈ പപ്പടം ഉണങ്ങിയത് കൊണ്ട് കുറച്ച് നമ്മൾ ഫോറം മോളിൽ പോവാണ്. യെസ്, അപ്പം നമ്മൾ ഡ്രസ്സ് മാറാൻ പോവാണ്. യെസ് ഗൈസ്, എന്താ കാണിക്കണേ? ഡ്രസ്സ് മാറാൻ പോവാം. റെഡി വിത്ത് മീ ആയാലോ? അപ്പോൾ നമ്മൾ ട്രാൻസിഷൻ ചെയ്യാൻ പോണ 3, 2, 1. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് ഡ്രസ്സ് മാറിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് സെറ്റപ്പ് ചെയ്യാം, ഹെയർ ഇതാക്കിയിട്ട് മാറിയൊക്കെ. സോ ഫസ്റ്റോഡ് ആയിരിക്കും. ഓക്കെ, ലെറ്റ്സ് ഗോ. ഞാൻ ഇട്ടിരിക്കുന്ന ഒരു ബട്ടർഫ്ലൈൻ്റെ ഒരു ടീഷർട്ടാണ്. പിന്നെ പാൻറ്റും സെയിമാണ്. ബട്ടർഫ്ലൈൻ്റെ പാൻറ്റും ഞാൻ ഇതിൻ്റെ കൂടെ കിട്ടിയ 2 ടൈപ്പാണ്. സോ അത് 2 ഇരിക്കുന്നത്. രണ്ടും ഞാനിതിൻ്റെ കളർ ചൂസ് ചെയ്യണം. ഇതിൻ്റെ കൂടെ കിട്ടിയതല്ല, ഇതിൻ്റെ കൂടെ മേസാണ് കറക്റ്റാണ്. എനിക്ക് കൂടി കിട്ടാനുണ്ട്. സോ അപ്പം എൻ്റെ ഫസ്റ്റ് വരാം. ഞാൻ പോയിട്ട് ഡ്രസ്സ് എടുക്കണം. അയ്യോ ഓക്കെ, ഞാൻ ഇങ്ങനെ ഷോർട്ടല്ല പോകുന്നത്. എൻ്റെ മുടി കുറെ ബേബി ഹെയർസ് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് എന്തായാലും മുടി കിട്ടും താങ്കൾക്ക്. റബ്ബർ ബാൻഡ് ഇടാ. റബ്ബർ ബാൻഡില് തന്നത്
സോ ഗൈസ് എൻ്റെ മുടി സെറ്റാക്കി. പക്ഷെ എനിക്ക് ബാക്കിലോട്ടായിരുന്നു കെട്ടേണ്ടത്. എനിക്ക് ഇവളെ പോലെ കുമ്മട്ടിയാക്കണം. അങ്ങനെ ആക്കാൻ പറ്റൂല ഗൈസ് എൻ്റെ കുമ്മട്ടിയാക്കിയിട്ട് പോയാൽ മതി. എൻ്റെ കുമ്മട്ടിയാക്കും. എൻ്റെ കുമ്മട്ടിയാക്ക്. ഗൈസ് എൻ്റെ മുടി പറഞ്ഞിട്ട് ഈ പെണ്ണിനാക്കാനില്ല. മോനിക്കോ ഗൈസ് നിങ്ങൾ മോനിക്ക കണ്ടിട്ടുണ്ടോ? മോനിക്ക കടിക്കേ മോനിക്ക അങ്ങനെ കാണും. കുമുർ കുമുർ കും ഈ പെണ്ണെന്തൊക്കെ മതി, എനിക്ക് കുമ്മട്ടി വേണ്ട. കുമ്മട്ടി വേണ്ട ഗൈസ്. ഈ പെണ്ണ് പോടത്. ഓ ഗൈസ് അവള് മര്യാദക്കാക്കിയില്ല. സോ അതുകൊണ്ട് ഞാൻ മര്യാദക്കാക്കി. നമ്മൾ അടിപൊളിയായിട്ട് ഇങ്ങനെ ആക്കിട്ടോ ഗൈസ്. നമ്മൾ അങ്ങനെ ആക്കി. എനിക്ക് ഇങ്ങനത്തെ ഇഷ്ടമാണ് കേട്ടോ ഗൈസ് ഇങ്ങനെ ആക്കുന്നത്. എന്തോ എനിക്കിത് ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ് അങ്ങനെ ആക്കി കഴിഞ്ഞാൽ. സോ ബ്യൂട്ടിഫുൾ. സോ അൽഗേറ്റ് ഇറ്റ്സ് ലുക്കിംഗ് ലൈക്ക് ഓ ഗൈസ് നൈസ് അല്ലേ? ആ ഹയക്കൊന്നും അറിയത്തില്ല. പിന്നെ തന്നെ പറയുള്ളൂ. അവള് പറയാണ് എന്നെ തന്നെ പറയാം. നിനക്കെന്താ മോണിത്തെ ഇവളുടെ എന്ത് നല്ലതായിരുന്നാണ്. ഇവൾക്ക് ഓരോ മണ്ടത്തരൊക്കെ തോന്നണാണ്. ഇവള് അങ്ങനെയാണ്. ഇവള് ഒന്ന് സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അവള് പറയാം അത് രസമില്ല, വേണ്ട വേണ്ട, അവള് മാറ്റും. ഓക്കെ ഇനി നമുക്ക് കാറിന് ചെയ്യാം. വേണ്ട, നമ്മള് ഫോർച്യൂണറിലായിരിക്കും പോകുന്നത്. We are going Fortuner. So guys, നമുക്ക് അതുവരെ ലിഫ്റ്റൊക്കെ പ്രസ് ചെയ്തും അതൊക്കെ ചെയ്യാം. Come on, let's go for a ride. Yes guys, നമ്മുടെ ഇവിടെ കുറേ നെയ്ബേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. കുറേ നെയ്ബേഴ്സ്. പക്ഷെ അവരാരും വന്നിട്ടില്ല. നമ്മളുടെ ഫ്ലാറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്നൊന്നും വരില്ല. ഒരു 2-3 പേര് മാത്രം വന്നിട്ടുള്ളൂ ഗൈസ്. ഗൈസ് ഇവിടെ ബാൽക്കണി ഉണ്ട്. അവൾ ആ ഭാഗത്തുണ്ടാവും. ആളൊന്ന് കണ്ടിട്ട് ഗൈസ് ഈ സമയത്ത് ഇവിടെ പാട്ടൊക്കെ ഉണ്ടാവും ഗൈസ്. ഇവിടെ അല്ല, ഐ മീൻ പുറത്ത്. ഗൈസ് കാറൊക്കെ വരുന്നുണ്ട് ഗൈസ്. ഗൈസ് അതാണ് നമ്മുടെ പൂള്. പിന്നെ കാർ പാർക്കിംഗ്. പിന്നെ ഈ സ്ക്വയർ വെള്ളം ഗൈസ്. ഒറ്റ മിനിറ്റ് അവിടെ നിൽക്കുന്ന മാറി കേട്ടു. ഞാൻ കുറച്ചും കൂടി അടുത്തോട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. വെയിറ്റ് മാറിയേ മാറി. കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കണ്ടോ? ഓക്കെ കാണിച്ചു കൊടുക്കട്ടെ ഗൈസ്. അവിടെ പാർക്കിൽ കുറേ പേര് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അതെ ഇവിടെ കാർ പാർക്കിംഗ് ഉണ്ട് ഗൈസ്. പാർക്കിലാണ് കളിക്കുന്നു. നമുക്ക് താഴത്ത് പാർക്കിൽ പോയാലോ? പപ്പയമ്മയും കൊല്ലും. പക്ഷെ ഫോർച്യൂണറിലായത് നമ്മൾ അങ്ങോട്ട് പോകണല്ലോ. നമുക്ക് അതുവരെ പാർക്കിൽ കളിച്ചാലോ എന്ന് ചോദിച്ചു നോക്കട്ടെ. അത് കഴിഞ്ഞാൽ ഞാൻ ഇപ്പം ചപ്പലിട്ട് വേണ്ടിട്ട് ഞാൻ പ്രസ് ചെയ്തു. യെസ് ഗൈസ് നമുക്ക് പോകാൻ അലൗഡ് തന്നിട്ടുണ്ട്. ഹയ വന്നിട്ടുണ്ട്. യെസ് നമുക്ക് പോകാൻ അലൗഡ് തന്നിട്ടുണ്ട്. ഗൈസ് വന്നോണ്ടിരിക്കുകയാണ്. ഗൈസ് എത്തിയിട്ടുണ്ട്. ആരുമില്ല ഗൈസ്. ഇവിടെ കുറവാണ് ആൾക്കാർ വരുന്നത്. പാടുന്നത്. യെസ് ക്യാമറ കുട്ടനുണ്ട്. നല്ലതോണം ചില സമയത്ത് അവിടെ ലൈറ്റ് ഉണ്ടാവുള്ളൂ. യെസ് ഇവിടെ ഫ്ലാഷ് ലൈറ്റ് ഉണ്ടോ? യെസ് അതായത് പിടിക്കോ? എനിക്ക് കുറച്ച് പിടിച്ചിട്ട്
ഗൈസ് നമ്മൾ ഡെയിലി പിടിക്കാൻ പറ്റില്ലല്ലോ. റിഫ്ലെക്സ് അവിടെ സോഫ വെച്ചിട്ടുണ്ട്. അയ്യോ സോഫ എങ്ങനെ ഇരിക്കണം. ഒന്ന് പുറത്ത് വെള്ളാണ്, എങ്ങനെ പോവാണ്. ഇവിടെ കുറേ ആൾക്കാരുടെ റൂമൊക്കെ ഇങ്ങനെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന വണ്ടിയൊക്കെ ഉണ്ട്. എനിക്ക് പേടിയാവും ഈ രാത്രിയൊക്കെ ഒറ്റയ്ക്ക് പോകും. ഹെസ ഉള്ളതാണ് എൻ്റെ ഒരു ധൈര്യം. എന്തൊക്കെയാണ് കാണിച്ചു വെച്ചേക്കണം. ഇവിടെ ഡോഗ്സ് ഉണ്ടാവും എന്നൊക്കെ അറിയത്തില്ല. ഹെസ സേഫ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. നമ്മള് ഇവിടെ ഫുട്ബോൾ, ഇവിടെ ബാസ്കറ്റ് ബോൾ, ഇതാ പാർക്ക് ഏരിയ. ഇവിടെ ചെളി ആയതുകൊണ്ട് കുറച്ച് ഞാൻ പേടിച്ചിട്ടാണ്, കാരണം എൻ്റെ ഈ ഡ്രസ്സ് പുതിയതാണ്. കൊളായ തീർന്ന്. ഓ ഇവിടെ ഫുള്ള് നഞ്ഞ്. ഇത് ജോഗിങ് ഏരിയ ഉണ്ടോ. അവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ആ അറ്റം തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. വേണ്ട നീ പറയണ്ട. ഇവിടെ നിന്ന് ഇവിടെ നമുക്ക് നിക്കാൻ പറ്റും കേട്ടോ. അവിടെ ഒരു ഇത് കണ്ടോ, ഒരു സ്ക്വയർ പോലെ. അത് കാണിക്കില്ല, നീ ആ വീട് കാണിക്കും. ആ വീട് ഇവിടെ സ്ലിപ്പാണ്, അതുകൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റാത്ത. അവിടെയാണ് നിൽക്കുന്നത്. പിന്നെ ഇതൊരു വീട് ടൈപ്പ് വീടാണ്, ഓഫീസാണെന്ന് ആർക്കും അറിയില്ല. പാട്ട് കേൾക്കുന്നത് കൂടെ മരം. അത് ചരിഞ്ഞു പോയതാണോ മഴ കാരണം? എന്തൊക്കെയോ ഇൻസെക്റ്റ് ഒക്കെ ഉണ്ട്. നീ ഒന്ന് പിടിക്കും. സോറി. ഓക്കെ ഗൈസ്, ഇവിടേക്കാണ് വരുന്നത്, ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് ഗൈസ്. ഇവിടെ ഗൈസ് ലുക്ക് അറ്റ് ഇറ്റ്. ഞാൻ ആ വാട്ടർഫോൾ കാണിക്കാൻ വേണ്ടി ആക്ച്വലി വരുന്നത്. 100 മീറ്റർ അങ്ങനെയാണ് വരുന്നത്. ഇപ്പം തന്നെ 100 മീറ്റർ അല്ല. ഓക്കെ ഗൈസ്, അപ്പം 200 കിലോമീറ്റർ അറ്റത്തെത്തിക്കഴിഞ്ഞാൽ ഉണ്ടാവും ഗൈസ്. അപ്പം ഞാനിന്ന് വാട്ടർഫോളാണ് കാണിക്കാൻ പോകുന്നത്. മറ്റേ വാട്ടർഫോൾ അല്ല, ഒരു ലൈറ്റൊക്കെ കത്തുന്ന അവിടെ ആ ഭാഗത്ത് ഒരു സ്വിമ്മിംഗ് പൂളൊക്കെ പോലെ, അല്ലാണ്ട് നമുക്കതിൽ കുളിക്കാനൊന്നും പറ്റില്ല. ആ ഭാഗമുണ്ട്, നമുക്ക് അവിടെ ഒന്ന് പോവാം ഗൈസ്. അതുവരെ നമുക്ക് നടക്കാം ഗൈസ്. നമ്മൾ തിരിച്ചു പോവാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ഫ്ലോറിൽ പോകാനുള്ള സമയമില്ല, സെക്കൻഡ് ഫ്ലോറിൽ പോകണ്ട ഗൈസ്. പൊട്ടിക്കണ പറ്റിയ സംഭവം ഗൈസ്. നമ്മൾ കാറിലോട്ട് പോവാണേ ഗൈസ്. നമ്മൾ തിരിച്ച് നമ്മൾ കാറിൽ കയറി. ഇനിയിപ്പോൾ ഫാസ്റ്റ് റൈഡായിരിക്കും. അതൊന്ന് ഓഫ് ചെയ്ത് ഓഫ് ചെയ്യോ. നമ്മൾ എത്തിട്ടോ ലാൻഡ് റോവർ കൂടെ കാണിച്ചു കേട്ടോ. ഓക്കെ, നമ്മൾ എത്തിക്കുന്നത് ഷെൽഫിൽ കൂടെ ഇങ്ങോട്ടേക്ക് മതി കിട്ടില്ല പോലെ. അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ട്. ഓക്കെ, ഇത് റോയൽ ഡ്രൈവ് ആണ്. എൻ്റെ അടുത്ത് തന്നെയാണ്. ലാൻഡ് റോവർ ജാഗ്.
നമ്മളെത്തിയിട്ടുണ്ട്. നമ്മൾ ഈ സൈഡിൽ കൂടെയാണ് ഇറങ്ങുന്നത്. സോ ഗൈസ് നമ്മുടെ ഫ്രണ്ട് വ്യൂ എടുക്കാൻ മറന്നുപോയി. ഗൈസ് എന്തോ ഫോറം ഫാഷൻ ഫേസ് ഓഫ് അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള എന്തോ പരിപാടി ഉണ്ട് ഗൈസ്. ഫംഗ്ഷൻ 3x4 വീഡിയോ തന്നെ സ്പീഡപ്പാണെന്ന് തോന്നുന്നു. എനിക്ക് ഗ്രാൻഡ് എൻട്രി ആണെന്ന് തോന്നുന്നു. അതുപോലെ ഓക്കെ ഓക്കെ. ഓ പ്രൈസ് ഉണ്ട് ഗൈസ്. സീ ദാറ്റ്. അപ്പോൾ ഇനി നമ്മൾ ലൈഫ് സ്റ്റൈൽ എത്തിയിട്ടുണ്ട്. നമ്മൾ അന്ന് ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ. ഞാൻ വന്നപ്പോൾ മാക്സ് വലിക്കുന്നു. ലാൻറ്റേൺസ് 199. ഇതൊക്കെ വീണായാലും തീർന്നു. ഇതൊക്കെ വീണ ക്യാൻഡിലാണോ? അല്ല വാ വാ വാ. ഇത് വീണോ? ആ ഗോൾഡൻ ബുദ്ധ. പക്ഷേ ഗോൾഡൻ ബുദ്ധ എന്ന് പറയുന്നില്ല, ഗോൾഡ് ബുദ്ധ. ഓ ആ ജൂട്ടാണ് തോന്നുന്നത് വെച്ചുണ്ടാക്കി. ജൂട്ട് വെച്ചുണ്ടാക്കി. Look at that. നല്ല സാധനം. ഇതെടുത്ത് നമുക്ക് തിന്നാലോ. ഡിസ്പ്ലേ നല്ല രസമുണ്ട്. കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഓ വാ ഗോൾഡൻ സ്പൂൺ. നീങ്ങ അങ്ങോട്ട്. മമ്മ അതല്ലേ എനിക്ക് തെറ്റിപ്പോയി. സോ ഗോൾഡൻ ഇതൊക്കെ ഇതെന്ത് പാത്രമാണോ ഗൈസ്? ഓ മാറ്റാണോ? ഐ തിങ്ക് സോ ഇറ്റ് ഇസ് മാറ്റ് ഗൈസ്. അടിപൊളി സംഭവങ്ങൾ. ലുക്ക് നൈസ്. ഇവർ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതെന്താണ്? ടൗലാണോ? നാപ്കിൻസ് എന്തൊക്കെയുണ്ട്. കുറേ മാറ്റ്സ് ഉണ്ട് കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് മാറ്റ്സൊക്കെ വേണമെങ്കിൽ ഇവിടെ വന്നോട്ടോ. മാറ്റ്സ് അല്ലേ ഫുഡ് വയ്ക്കണേ. ഷുഗർ, സോൾട്ട്, ഷുഗർ, കോഫി, ടീ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതൊക്കെ വന്നിട്ടുണ്ട്. സി ആണോ ഗൈസ്? എന്തായാലും ടീ. ഓക്കെ ഗൈസ് അടിപൊളി ഗൈസ്. അടിപൊളി പാത്രങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഗ്രീൻ കളർ പാത്രം. ഇതൊക്കെ ചട്ടിയും കറി വെക്കാൻ പറ്റിയ ചെറിയ പാത്രം. ചെറിയ പാത്രം. ഇത് ജ്യൂസൊക്കെ അറിയാനുള്ള ഗൈസ് സംഭവം. ഇതൊക്കെ ഇത് നമ്മൾക്ക് മറ്റേ ഈ സോൾട്ട് ഇതൊക്കെ ഇടാനുള്ളതാണ്. ചെറിയ ചെറിയ പാത്രം യൂസ്. ഗൈസ് ലുക്ക് അറ്റ് ഇറ്റ്. ക്യാമറ ഒക്കെ ഉണ്ട്. അത് ഇതാണ് ഗൈസ്. ഈ സംഭവം അടിപൊളി സംഭവമാണ് കേട്ടോ. എത്ര ആണോ ഗൈസ്? ഒരെണ്ണത്തിന് മൂടില്ല കേട്ടോ ഗൈസ്. ഉപ്പിട്ടൊക്കെ കാണട്ടെ ഗൈസ്. ഇതിനൊക്കെ ഉപ്പും മസാലയൊക്കെ ഇടാം ഗൈസ്. ഇവരെ എക്സാമ്പിൾസൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. മോസ്റ്റ് ഇവിടെ പാസ്താസൊക്കെ വരുന്നത് ഗൈസ്. ഇത് എത്രയാണ്? 1 2 3 ഗൈസ് 4-in-1 സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ല ഷോപ്പിംഗ് ആയിരിക്കും. നമുക്കിവിടെ എല്ലാ സാധനങ്ങളും കിട്ടും മോസ്റ്റ്ലി.
നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഗൈസ് ലുക്ക് അറ്റ് ദിസ്. ഗൈസ് ലുക്ക് അറ്റ് ഇറ്റ്. ഹായ് നീ പിടിക്ക്, ഞാൻ പറയാം. ഞാൻ ഗൈസ് അങ്ങനെയാണ്. ഞാൻ നോക്കാം. ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങോട്ട് വാ. മമ്മനെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. ആ ഏതായിരുന്നു ആ കപ്പ്? മമ്മ അത് ഏതായിരുന്നു? ഫ്രെയിംസ്. വാ. ആ ഓ വാ. ഇത് ഇത് നമ്മളിത് വാങ്ങിക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക് സോപ്പാണ്. നമ്മളിങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അത് ചീറ്റും. നമ്മളിങ്ങനെ ആക്കി കഴിഞ്ഞാൽ അത് ചീറ്റും. ആ ഇത് ഇത് ഇതാണ്. അത് നമ്മളന്ന് വാങ്ങിച്ച സെയിം ആയിരുന്നു. ആണ് സെയിമാണ്. പക്ഷേ ഇത് ബ്ലാക്ക് കളറിനുള്ളൂ. നമ്മള് വേറെ ആ അത് ഈ സൈഡിലേക്ക് ലൈറ്റ് ആണ്. അമ്മ ഇത് മറ്റേത് നമ്മളെ ഇവിടെ ഉള്ളത്. ഗൈസ് ഇതാണ് ടൈം സെറ്റ് ചെയ്യുന്ന സാധനം. ഡേറ്റ്. ഓ ഡേറ്റ് സൺഡേ അതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയത് നിൽക്കുക? ആ വെക്കാൻ പറ്റും. ഓ ഇത് ഡിജിറ്റൽ ക്ലോക്ക് എന്താണ്? ടച്ച് അതെന്ത് പറഞ്ഞോണ്ട് ഒരു എലിഫാൻറ്റ്. ഇത് കുട്ടിയൊക്കെ പറ്റിയത് കേട്ടോ. ഇന്നും കുറേ ക്ലോക്ക് ഉണ്ട് കേട്ടോ. ആ ലവ് കുറേ ഉണ്ട്. എൻ്റെ ജേർണൽ ചെയ്യുമ്പോഴുള്ള കുറച്ച് ഐഡിയാസൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. കുറേ കളക്ഷൻസ് ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഈ കപ്പ് ഇവിടെ എന്തിനായിരുന്നു? അത് കട്ടിങ്ങിനാണ് തോന്നുന്നുണ്ട്. ചിക്കനും മട്ടനൊക്കെ കട്ടിങ്ങാണ് തോന്നുന്നു. ചിക്കനും മട്ടനൊക്കെ ഓക്കെ ഇത് വേറെ എന്തൊക്കെയോ ചമ്മന്തി അതും ഇതൊക്കെ മുക്കിത്തുന്നാളെ. അല്ല മമ്മയുടെ എന്താ ഞാൻ പറഞ്ഞത്? മമ്മനെ പെട്ടെന്ന് കാണണ്ടായി കിട്ടി. മമ്മനെ കിട്ടി. അത് നല്ല രസമുണ്ട്. 6 പീസ് പ്രിന്റ് പ്ലേസ്. ഇത് നല്ല രസമുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ബ്ലൂ കളർ ഡിസൈൻ. ഇതൊക്കെ വീണു പോയി തീർന്നു ഗൈസ്. എനിക്കതാ പേടി. ഈ ഹെസനായിട്ട് നിൽക്കാൻ പറ്റില്ല ഇവിടെ ഇവിടെ. അവളെ നിങ്ങളെ മമ്മ നടക്കുമോ? ഓ വാ മാർബിൾ ടൈപ്പ്. എന്നാലും പപ്പ പോയിട്ടില്ല. ഞാൻ കുട്ടിയല്ല. ബ്യൂട്ടിഫുൾ പാത്രങ്ങളെ. യൂണിക്കോണ്ടൊക്കെ ഉണ്ട് ഗൈസ്. നിങ്ങൾ ബൈ ചെയ്തോളൂ പറഞ്ഞു. യൂണിക്കോണ്ടൊക്കെ ഗൈസ് നമ്മളിപ്പോൾ സാധനങ്ങൾ വെറുതെ നോക്കുന്നുള്ളൂ കേട്ടോ. എല്ലാം എടുക്കുന്നില്ല ഗൈസ്. സെർവി ഇതൊക്കെ ഹായ് സെർവി. ഗൈസ് ലുക്ക് അറ്റ് ദീസ്. നമ്മൾ നേരത്തെ കണ്ട സംഭവമാണ് ഗൈസ്. ഇതൊക്കെ നമ്മൾ സാധാരണ സ്ഥലത്ത് കാണുന്ന പാത്രങ്ങളൊക്കെയാണ്. ഇതൊക്കെ ഗോൾഡൻ വെച്ചൊക്കെ ഉള്ള ടൈപ്സാണ് വരുന്നത് ഗൈസ്. ഇതെന്താണ്? എന്താ അത് ഗൈസ്? നോക്കട്ടെ, തുറക്ക് ഗൈസ്. എന്തോ സംഭവങ്ങളാണ്, എനിക്കറിയില്ല. അതൊന്നും നമുക്കറിയുന്ന കാര്യങ്ങളല്ല. ഇതൊക്കെ പാത്രങ്ങളാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഇവിടെ വാഷ്റൂമിലാണ്. നല്ല രസമല്ലേ കാണാൻ? ഞാൻ പിന്നെയും ഇത് സൈഡൊക്കെ കെട്ടിയിട്ടുണ്ട്. ഞാൻ പോണിട്ടയിലാക്കിയത്. ഇതിൻ്റെയൊക്കെ ടിഷ്യൂ ഒക്കെ ഉള്ളതെന്ന് അറിയാം.
ഓട്ടോമാറ്റിക്കാണ്. ഓട്ടോമാറ്റിക് ആണ് തോന്നി. യെസ്, ഓട്ടോമാറ്റിക് ആണ്. സോപ്പ് കിട്ടും. സോപ്പ് ഓട്ടോമാറ്റിക് അല്ലേ? യെസ്, സോപ്പ് കമോൺ വരൂ, നോക്കട്ടെ. സോപ്പ് എന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കറിയോ ഇവിടെ വരുന്നതെന്ന്? യെസ്, ഇവിടെ വരുന്നത് സോപ്പ് വരുന്നില്ല. യെസ്, റെഡ് കളർ കത്തുന്നുണ്ട് പക്ഷെ വരുന്നില്ല. ഇതിൽ വരുന്നുണ്ട്. ടിഷ്യൂ ഇടാന്ന് കുറേ പേര് ചോദിക്കാറുണ്ട്. ടിഷ്യൂ ഇതിൻ്റെ അടിയിലാണ് വരുന്ന സംഭവം. ഫോറം മോളിലൊക്കെ ടിഷ്യൂ ഇതിൻ്റെ അടിയിലാണ് വരുന്നത്. ഹയ ഉണ്ട്, ഹയ കുട്ടിയുണ്ട്. ടിഷ്യൂ ഇതിൻ്റെ അടിയിലാണ് കേട്ടോ വരുന്നത്. ഹൈ സോപ്പ് എങ്ങനെ വരുന്നത്? ഗൈസ് അതിലാവുന്നുണ്ട്. ഇതിൽ എന്തോ കുഴപ്പമുണ്ട്. ഗൈസ് കാണിച്ചു തരാം. കണ്ടായിരുന്നു ഗൈസ്, ഞാൻ കാണിച്ചു തരാമോ? ഇതിൻ്റെ ഉള്ളിലാട്ടോ വരുന്നത്. കണ്ടോ ലാംപ്സ്? ഓ സോ ക്യൂട്ട് ലാംപ്സ്. നമുക്ക് ഇങ്ങനത്തെ ഒരെണ്ണം വേണം. ഗൈസ് വാട്ടർഫോൾസ്. ഗൈസ് ബുദ്ധ വാട്ടർഫോൾ. ഗൈസ് ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ. ഗൈസ് ഗൈസ് ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ വാട്ടർഫോൾസാണ് വരുന്നത്. ഗൈസ് നൈസ്. എല്ലാം വാട്ടർഫോളാണ് കേട്ടോ. ഗൈസ് വാട്ടർഫോൾ. ഇപ്പം ഈ ഭാഗത്തുനിന്ന് വെള്ളം പോകുന്നില്ലേ? ഇല്ല. ഗൈസ് ഇവിടെ നിന്നൊക്കെ കണ്ടോ പോകുന്ന വാട്ടർഫോളൊക്കെ. ഗൈസ് നൈസ്. എനിക്കെല്ലാം ഇഷ്ടം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. നല്ല വ്യൂ. ഗൈസ് ഇതുപോലത്തെ ഒരു ലാമ്പ് നമുക്കിവിടെ മേടിക്കണം. അതിങ്ങനെ ഇവിടെ എന്തോ പിടിച്ച് വലിക്കും ഗൈസ്. അതിൻ്റെ യെസ് അങ്ങനെ സ്വിച്ചും ഉണ്ട്. ഇങ്ങനത്തെ ടൈപ്പുണ്ട്. ഇതിൻ്റെ ഒരു ചെറിയ ലാമ്പെങ്കിലും നമുക്ക് മേടിക്കണം ഗൈസ്. ഒരു ചെറിയ ലാമ്പെങ്കിലും മേടിച്ചിരിക്കണം. ഒരു നല്ല എൻ്റെ അഭിപ്രായം ഗൈസ്. ഇവിടെ ചെറിയ മറ്റേ സംഭവമില്ല, അതുണ്ട്. ഇത് ബാറ്ററി ഇല്ല. യെസ്, ഇതിൽ ബാറ്ററി ഒന്നുമില്ല ഗൈസ്. ലുക്ക് അറ്റ് ഇറ്റ്. ഗൈസ് ഇത് ക്ലോക്കാണോ? അല്ലല്ലേ ഗൈസ്, ക്ലോക്കല്ല ഗൈസ്. ഈ ഭാഗമല്ലേ നമ്മളിപ്പോൾ കണ്ടത്. യെസ് ഇവിടെയൊക്കെ ഗൈസ് ഇവിടെ ചെറിയ പാൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് പറ്റിയ പാൻസ് ഒക്കെ അടിപൊളി പാൻസ് വരുന്നുണ്ട്. അതിനൊക്കെ വീഡിയോ എടുക്കാം. അല്ലാതെ നീ നിൻ്റെ ചെയ്യരുത്. സോ എന്താ പറയാനുള്ള സംഭവം, ഇതിൽ കുറേ ഉണ്ട വരുന്ന മറ്റേ നമ്മൾ എഗ്സ് വെക്കാൻ പറ്റും. എഗ് ഇങ്ങോട്ട് വാ. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഗ്ലാസസും. ഇത് പ്ലാസ്റ്റിക് ആട്ടോ. യെസ്, ഇതൊക്കെ പ്ലാസ്റ്റിക് ആണ്. ഈ ഭാഗത്ത് വരുന്നതൊക്കെ മോസ്റ്റ്ലി പ്ലാസ്റ്റിക്കാണ് വരുന്നത്. ഓക്കെ ഗൈസ്, നമുക്ക് ഈ ഭാഗത്ത് കുക്കേഴ്സ് വരുന്നുണ്ട്, പാൻസ് വരുന്നുണ്ട്. നമ്മൾ എയർ ഫ്രയർ വാങ്ങിക്കാൻ പോകാം കേട്ടോ. ഇതാ എയർ ഫ്രയർ. ചോദിച്ചു നോക്കിയാലോ? ഇതൊക്കെ എന്ത്? ഇത് കോഫി മേക്കറാണ്. ഇത് കോഫി മേക്കർ. ഇതൊക്കെ കോഫി മേക്കറാണ്. കോഫി മേക്കർ. എയർ ഫ്രയർ നോക്കി ഇവിടെ ഒന്നും കാണുന്നില്ല ഗൈസ്. അതിൻ്റെ ബോക്സ് മിക്സി കേടായിട്ട് നമ്മൾ വേറെ ഒന്നും മേടിക്കാം ഗൈസ്. 3 സെറ്റൊക്കെ വരുന്നത് ഈ ഒരു മിക്സിക്ക്. ഇതിൻ്റെ ഡിജിറ്റ്സ് ഒക്കെ കാണിക്കും. നമ്മൾ ഈ മിക്സി മേടിക്കാൻ വിചാരിക്കുന്നുണ്ട്. എത്ര പ്രൈസ് എന്നൊക്കെ നോക്കും, വാറണ്ടി ഒന്ന് നോക്കിയിട്ട് നമ്മൾ ഗൈസ്. നല്ല പാത്രങ്ങളാണ് ഗൈസ് വരുന്നത്. നല്ല പാത്രങ്ങളാണ് ഗൈസ്. ഫാഷൻ ഷോ. ഒരു ട്രോളി എടുത്തിട്ടുണ്ട്. ഇവിടെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ഗൈസ്. ഗൈസ് നമ്മുടെ മറ്റേ കുനാഫ ലുക്ക് അറ്റ് ദ കിങ്കും ഗംഗും ഗൈസ്. ഹയ അങ്ങോട്ടാണ് പോണത്. ഹയ. ഇവിടെ കുറേ ബ്രഷസ് വരുന്നുണ്ട്. ബ്രഷും ടൂത്ത് പേസ്റ്റ്. ഈ ഭാഗത്തൊക്കെ ടൂത്ത് പേസ്റ്റാണ്. ആ ഭാഗത്തൊക്കെ ബ്രഷസ് ആണ് വരുന്നത്.
ഇവിടെ കുക്കേഴ്സ് വരുന്നുണ്ട്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. നമ്മൾ എയർ ഫ്രയർ മേടിക്കാൻ പോയത്, നമ്മൾ പറഞ്ഞില്ല മേടിക്കുന്നത്. സോ ഗൈസ് നമ്മൾ അവിടെ എന്താ പറയുക, ഞങ്ങൾ വാറണ്ടി നോക്കിയിട്ട് അവിടെ കാണുന്നില്ല. കണ്ടപ്പോൾ കാണുന്നില്ല, എന്താണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് അതിൻ്റെ വാറണ്ടി ഒന്നും ഞങ്ങൾക്ക് പ്രൈസും കിട്ടിയില്ല. സോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി ഇവിടെയുള്ള ഏതെങ്കിലും ഒരു സ്ഥലം പോകാമെന്ന്. നമ്മൾ മറ്റേ എന്താണ് നമ്മുടെ അവിടുത്തെ എയർ ഫ്രയർ നോക്കിയപ്പം അതിനൊരു ഓൾമോസ്റ്റ് 4000 വന്നത്. ഇവിടെ ഒരു എന്താ പറയുക 3000 ബിലോ ആണ് വന്നിരിക്കുന്നത്. നമ്മൾ എയർ ഫ്രയർ വാങ്ങിച്ചില്ല. നമ്മൾ ഡോണ്ടൊക്കെ മേടിച്ചിട്ടുണ്ട്, എന്തോ ബ്രെഡിൻ്റെ സംഭവം എന്തോ മേടിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മളങ്ങനെ 2-3 സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ കുറേ സ്റ്റീലിൻ്റെ സംഭവങ്ങളൊക്കെ. ഇത് നോക്കാണ്, നമുക്ക് ചോറ് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ വീട്ടിൽ. അപ്പം നമ്മൾ ഇത് വാങ്ങിച്ചിട്ടുണ്ട്, ഈ ഒരു പാത്രം. മേളിലോട്ട് പോയിട്ട് നമ്മൾ ഫുഡ് കഴിക്കും. കോളായിക്ക് എടുക്കുന്ന മുടി ഫുള്ളും കൊള്ളാം. നമ്മൾക്കൊക്കെ മുടി കെട്ടിക്കൊടുത്താളെ പ്രശ്നം അരി വട്ടിക്കാൻ പറ്റി. വാട്ടർ ബോട്ടിലല്ലേ ഇത്? സിപ്പ് യാ. ഫുഡ് കഴിക്കാൻ പോവാം. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാം കേട്ടോ. ഒരു വലിയ സ്പൂൺ കഴിച്ചു. വേറെ കളറുണ്ടോ? വൈറ്റ് അല്ലാതെ 6 പീസിന് 4 കുഞ്ഞു 4 pounds. നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ കൂട്ടി കഴിക്കാനുണ്ട്. നമ്മൾ വിചാരിച്ചാണ് മേടിക്കണം. കുഞ്ഞു ഗ്ലാസ് നോക്കാം. കുഞ്ഞു ഗ്ലാസ് ഫുൾ ജാർ സോഡ ഉണ്ടാക്കിയത് ഈ ഗ്ലാസ് നല്ലതുണ്ട്. നമ്മളിത് വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ വാ പോവാം. അത് ഇലക്ട്രിക്കാണോ? അതുപോലെ ഉണ്ട്. ഓനോ പാരൻസ് മിസ്സിങ് എത്തിയിട്ടുണ്ട്. ഗൈസ് അപ്പം നമ്മൾ ഇവിടെയാണ്. നമ്മളമ്മ ബർഗർ കിങ് ഒക്കെ ഓർഡർ ചെയ്യാൻ പോവാൻ വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് സോസ് ഉണ്ടാൻ പോവാണ്. ഭയങ്കര ലാഭം. എന്താണെന്നറിയാമോ? 2 പണ്ണും ഇന്നത്തെ ഒരു പാത്രം, 2 സവാളയും. നമ്മൾ വീട്ടിലെത്തി. അപ്പം ഇത്രയുള്ള വീഡിയോ. നമ്മൾ ഇനി ഉറങ്ങാനൊക്കെ പോവാണ്. അപ്പം എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ഫോളോ. രചന, ഷാൻ, ബൈ.